ഞാൻ ബേസിക്കലി ഒരു ആഡ് ഫിലിം മേക്കറാണ്. ഓക്കെ. അപ്പോൾ ഈ പാവയൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കിവിടെ ഒരു അഡ്വർടൈസിങ് കമ്പനിയുണ്ട് എറണാകുളം ബേസ് ചെയ്ത്. സൂര്യസ്റ്റോൺ പ്രൊഡക്ഷൻസ് എന്നാണ് അതിൻ്റെ പേര്. ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറേ ബ്രാൻഡുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു കാലഘട്ടം, അതായത് ഏകദേശം 2010 മുതൽ ഞാൻ അഡ്വർടൈസിങ്ങിൽ വളരെ സജീവമാണ്. അതിനും മുന്നേ ഉള്ളൊരു കാലഘട്ടമുണ്ട്, ഒരു കുറച്ച് കാലം. അതിന് മുന്നേ ഉള്ളൊരു 10 വർഷത്തോളമുള്ള കാലഘട്ടം നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാംസ് കുറേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേകാലത്ത് ചില സീരിയൽസ് ചെയ്തു, 1-2 ചാനലുകൾക്ക് വേണ്ടി. മ്യൂസിക് വീഡിയോസ്, ഡോക്യുമെൻ്ററീസ്, അങ്ങനെ കുറേ പരിപാടികൾ ആയിരുന്നു ആ സമയത്തൊക്കെ നടന്നുകൊണ്ടിരുന്ന പരിപാടികൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ 2010 മുതൽ ടോട്ടലി ഒരു കൊമേഴ്ഷ്യൽ ആംഗിളിലേക്ക്, ഒരു അഡ്വർടൈസിങ്ങിലേക്ക് ടോട്ടലി തിരിഞ്ഞു. ആഡ് ഫിലിംസായി. അങ്ങനെ പോകുന്നതിനിടയിലാണ് അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു നേരത്തെ. ഒരു പടമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ബാബു ജനാർദ്ദൻ്റെ, ബാബു ചേട്ടൻ്റെ ബോംബെ മാർച്ച് 12 എന്ന് പറഞ്ഞ പടമാണ്. മമ്മൂക്കയുടെ പടമാണ്. ആദ്യമായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പടം. അപ്പോൾ അന്ന് അങ്ങനെ ഒരു പടം വർക്ക് ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളുമായിട്ട് തിരിഞ്ഞു. കഥകളിങ്ങനെ പലതും സിനിമയാക്കാനായിട്ടുള്ള ആലോചനകളും സംസാരങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞങ്ങളൊരു സബ്ജക്റ്റ്, അജീഷ് എന്ന് അതിൻ്റെ ഒരു എലമെൻറ്റ് പറയുന്നതും എനിക്ക് ആ എലമെൻറ്റ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ടോട്ടലി അത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അതൊരു അതായത് ഒരു ഇടവകയിൽ നടക്കുന്ന ഒരു ക്രിസ്ത്യൻ സറ്റയറാണ് ബേസിക്കലി ആ സിനിമ. അപ്പോൾ ഒരു പ്രായം ചെന്ന 2 ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു തോട്ടാണ്. ശരിക്കും അത് അനൂപ് മേനോന്റെയും മുരളിഗോപിയുടെ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രം, ഇതുവരെയും ചെയ്യാത്തൊരു കഥാപാത്രം തന്നെയാണ്. രണ്ടുപേരും ചെയ്യാത്ത തരത്തിൽപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു അത്. അതിനകത്ത് നല്ല രസമായിട്ട് അവർക്കൊരു മേക്ക് ഓവറൊക്കെ പിടിച്ചിട്ടുള്ളൊരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റി. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയും അങ്ങനെ അവളെ പറ്റിയുള്ള ചിന്തകളും ഒക്കെ ആയിട്ടുള്ളൊരു കഥയാണത് മൊത്തത്തിൽ. പ്രയാഗയുടെ ഫസ്റ്റ് സിനിമയാണ് ശരിക്കും പറഞ്ഞത്. പ്രയാഗ ആദ്യം നേരത്തെ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും പ്രയാഗ വലുതായ ശേഷം അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയാണ് പാവ. പക്ഷെ റിലീസാവുന്ന അത് ഒരു മുறை ഒന്ന് വാർത്ത എന്ന് പറഞ്ഞ പടം അതിന് മുന്നേ റിലീസായി, ഞങ്ങൾ പിന്നെയാണ് റിലീസാവുന്നത്. അപ്പോൾ അജീഷ് അങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞു. ആ ത്രെഡിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ വർക്ക് ചെയ്ത് അങ്ങനെ പോയി. ഞങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ടൊരു കഥയായിരുന്നു അത്. അതിരമ്പുഴ എന്ന് പറയും, കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റിക്ക് അറിയില്ലേ, അതിൻ്റെ അടുത്തുള്ള ഏരിയയാണ്. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളും അവിടുത്തെ ചില നൊസ്റ്റാൾജികളും. ശരിക്കും ആ പൊടിമേശം മുളയ്ക്കുന്ന കാലമൊക്കെ ആ സോങ് ഒക്കെ ഭയങ്കര വളരെ ഹിറ്റായിരുന്നു. അതെ. ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ആ പാട്ട് ആക്ച്വലി പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ഭയങ്കര ഹിറ്റാണ്. ഇപ്പോൾ മിക്ക ദിവസവും, അതായത് ഡെയിലി നമുക്കൊരു 2-3 റീല് വെച്ച് ആൾക്കാർ അയച്ചു തരുന്നുണ്ട് വാട്സപ്പിൽ. കാരണം റീസെൻ്റ്ലി അത് ഒരുപാട് റീൽസ് പൊടിമേശയുടെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ വീണ്ടും ആ പാട്ടൊന്ന് ആൾക്കാരുടെ ചുണ്ടിലേക്ക് എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്.